അപ്പൊ ഗൈസ് ഇന്നലൊക്കെ മുതലാളിക്കും പണിയൊന്നുമില്ല. ഉച്ചയാകുമ്പോൾ മുതലാളിന്റെ അനിയൻ പറഞ്ഞു മുതലാളിയുടെ അനിയനൊരു ബിരിയാണി വന്നു. ഇപ്പൊ മുതലാളി പറഞ്ഞു എനക്കൊരു പാഴ്സലും വന്നിട്ടുണ്ട്. എന്നാ പിന്നെ വാ പോയേക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് ബസാറിലേക്ക് പോയി. പോകുന്ന വഴിക്ക് എനിക്ക് എണ്ണയെല്ലാം അടിച്ചു തന്നു, വയറ് നിറച്ച്. നമ്മൾ ആദ്യം ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വേയിലേക്ക് പോയി. ഫുഡ് വേന്റെ അടുത്ത് തന്നെയാണ് മുതലാളിന്റെ പാഴ്സൽ വന്ന കടി. അപ്പൊ നമ്മൾ അവിടുന്ന് പാഴ്സലെല്ലാം എടുത്ത് ബിരിയാണിയെല്ലാം വാങ്ങിച്ച് അങ്ങനെ മെല്ലെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ വന്നിട്ട് മുതലാളി അത് തുറന്നു നോക്കുവാന്ന്. എന്നാ സാധനം തന്നെ. അപ്പൊ അത് ഉമ്മാമ്മ എന്ന് പറഞ്ഞ ഫുഡ് പ്രൊഡക്റ്റിന്റെ കുറേ സാധനങ്ങൾ അവർ അയച്ചു തന്നെയാണ്. മുതലാളിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ മുതലാളിന്റെ അനിയനും മുതലാളിന്റെ ഭർത്താവും എല്ലാരും കൂടിയിട്ട് ഇതെല്ലാം കുക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ആദ്യം മുതലാളി ഉമ്മാമ്മ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ പുട്ടുപൊടിയാണ് എടുത്തത്. പിന്നെ അവരെ തന്നെ ഇടിയപ്പപ്പൊടി, അതേപോലെ അവല്, പിന്നെ ഗോതമ്പ് പൊടി, റവ, ഇതൊക്കെ എന്തെല്ലാം മുതലാളി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മുതലാളി എല്ലാ സാധനവും ആക്കി നോക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെതാ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചു. അന്നേരത്തേക്ക് മുതലാളിന്റെ അനിയൻ വന്നിട്ട് എല്ലാം ഞാൻ അരിഞ്ഞിടാന്ന് പറഞ്ഞിട്ട് കുനുക്കുനാന്ന് ഷെഫ് അരിയുന്നതിനേക്കാൾ വേറെ അരിഞ്ഞു. അന്നേരം മുതലാളി ഭർത്താവ് നിന്നെക്കാളും ഞാൻ ഇറച്ചി നുറുക്കൂടാന്ന് പറഞ്ഞിട്ട് എല്ലാം നുറുക്കി. അങ്ങനെ നുറുക്കി ഒരു പാത്രത്തിനിട്ട് ഒരു തിരിച്ച് അടുപ്പും കത്തിച്ച് അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കതാ ഒരു മൂടി അടക്കലും തുറക്കലും കറി റെഡി. അപ്പൊ അങ്ങനെ കറിയെല്ലാം റെഡിയായി. അതാ ഉപ്മാവെല്ലാം മുതലാളിന്റെ ഭർത്താവാക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവരെ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചു. അപ്പൊ ഉമ്മാമാന്റെ ഈ പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കെല്ലാം ആർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും തിന്നുനോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് മാതാനത്തിട്ടും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം. ബൈ ബൈ.